ഇതേത് പെണ്ണ്? എടാ ഇതും ഒരു എയർ ഹോസ്റ്റസ് ആണ്. ഏത് ഫ്ലൈറ്റിലെ? സൊമാലിയയിലെ. അളിയൻ ഒട്ടകത്തിന്റെ പാല് കുടിച്ചിട്ടുണ്ടാ? എല്ലാം ഒട്ടകത്തിന്റെ പാല് കുടിച്ചിട്ടുണ്ടെന്ന. ഞാൻ എത്രയോ ഒട്ടകത്തിന്റെ പാല് കറന്നവനാ. ഇനി പറഞ്ഞ പണിയൊന്നും അല്ലേ? അതല്ല, ഈ നമ്മൾ ഈ ആട്ടുകുട്ടിയൊക്കെ വാങ്ങിച്ച് കെട്ടൂലേ, അതുപോലെ ഞാൻ അവിടെ 2 ഒട്ടകത്തിന് വാങ്ങിച്ച് കെട്ടിയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ കറക്കും. ഉരുളണ്ട. നമ്മുടെ ശരീരത്തെ കാണാൻ പറ്റാത്തടത്ത് വെച്ച് ബിസ്ക്കറ്റ് കിടത്താൻ പറ്റുമോ? പറ്റും. പക്ഷെ ഉറുമ്പരിക്കാതെ സൂക്ഷിക്കണം. ഉറുമ്പരിക്കാൻ നിന്റെ ഊപ്പാട് വരുവാ. സ്വർണ്ണ ബിസ്ക്കറ്റ് നടന്നത് എന്നടേ. വേണ്ടടാ, ഒരു കൊച്ചിനെ തള്ളിക്കൊണ്ടുവരുന്ന വരവ് കണ്ടാ? നീ ഇതല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. പണ്ടെല്ലാം അമ്മമാർ ഒക്കത്ത് വെച്ചാ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയിരുന്നത്. ഇപ്പൊ ട്രോളിയിൽ വെച്ച് ഉരുട്ടിക്കൊണ്ട് പോകുന്നു. കൊച്ചിന് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. പിള്ളേര് സ്വസ്ഥമായിട്ട് ഉറങ്ങണമെങ്കിൽ നമ്മുടെ പണ്ടത്തെ തൊട്ടില് തന്നെ വേണം. ഈ തൊട്ടില് കണ്ടുപിടിച്ചവനെ സമ്മതിക്കണം. ആരാണ് ഈ തൊട്ടില് കണ്ടുപിടിച്ചത്? എടാ, അതൊരു കഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്ര കഥ. രാജാതിരാജൻ രാജകുലോത്തുങ്കൻ വിക്രമാദിത്യ സന്നിധൻ തിരുമനസിതായി എഴുന്നള്ളുന്നേ. എന്താ രാജൻ, അങ്ങ് സഭയിലേക്ക് എഴുന്നള്ളുന്നില്ലേ? വീരാധിവീരൻ പറഞ്ഞില്ല, പിന്നെ ഞാൻ എങ്ങനെ എഴുന്നള്ളും? അവിടെ പറ. നിന്റെ തല മണ്ണ് തിന്നുണ്ടെങ്കിൽ വീരാതി വീരൻ കൂടെ പറടാ. വീരാതി വീരൻ കൂടിയായ തിരുമനസിതായി എഴുന്നള്ളുന്നേ. മന്ത്രി തിരുമലൻ നമ്മുടെ ആസ്ഥാന ഗായകനെ കാണുന്നില്ലല്ലോ. അദ്ദേഹം എവിടെ പോയി? പ്രഭോ, അദ്ദേഹം അയൽ രാജ്യത്ത് പാടാൻ പോയിരിക്കുകയാണ്. അപ്പൊ ഈ ആഴ്ച ഒരു യുദ്ധം ഉറപ്പ്. എന്റെ തല പെടലേക്ക് മേളിൽ നിൽക്കുന്നവൻ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. സേനാപതി പ്രഭു, നീ ഒരു യോദ്ധാവാണ്. ശബ്ദത്തിന് അല്പം കൂടി കട്ടിയാവാം. ഞാൻ പറഞ്ഞു വന്നത്, നാം എപ്പോഴും രാഗരൂപരായിരിക്കും. എന്താന്ന്? ജാഗരൂകരായിരിക്കും. അതെന്തിനാ പ്രഭു? അല്ല, ഇതിനകത്തുനിന്ന് വല്ല പാമ്പോ പഴുതാരോ പല്ലിയോ വന്ന് എന്നെ ആക്രമിച്ചാലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഉത്തമ കുലോത്തുങ്കൻ ഇവിടെ അങ്ങേ വിളിച്ചതാ. എനിക്ക് അങ്ങനെയും പേരുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, നീ വരണ്ട, അവിടെ നിന്ന് പറഞ്ഞാൽ മതി. രാജൻ, അയൽ രാജ്യത്ത് നിന്നും ഒരു ഓല വന്നിട്ടുണ്ട്. 2 തേങ്ങയ്ക്കാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. പ്രഭോ, ദൂതന്നു. അങ്ങനെ. മന്ത്രി മന്ന. അതാര്? അതും അങ്ങ് തന്നെ. ഓഹോ. മന്ത്രി, നമ്മുടെ രാജ്യത്തെ വേലികളെല്ലാം പൊളിച്ച് പകരം എല്ലായിടത്തും മതിലുകൾ സ്ഥാപിക്കണം. എന്തിനാ പ്രഭോ? ഇവൻ വേലി ചാടുന്നു എന്നുള്ള പരാതി കേട്ട് ഞാൻ മടുത്തു. ആ പരാതി ഒന്ന് മാറി കിട്ടുമല്ലോ. പ്രഭോ, ഡൽഹൌസി പ്രഭു വന്നിരുന്നു. ഈ മാസത്തെ കപ്പം കൊടുത്തില്ലാത്രേ. മെനഞ്ഞാന്ന് വന്നപ്പോഴും ഞാൻ 4 അപ്പവും കറി അവന് കൊടുത്താണല്ലോ. നന്ദിയില്ലാത്തവർ. അതല്ല പ്രഭോ, കപ്പം കരം. ആകെ 2 ഉള്ളത് അവന് കൊടുത്താലോ? പ്രഭു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും സ്റ്റീഫൻ വാർണർ വന്നിട്ടുണ്ട്. സ്റ്റീഫൻ ബാർബറോ? ബാർബറല്ല, വാർണർ. വാർണർ. കടന്നു വരാൻ പറയൂ. Hello, Mr. King. Veerabhadran. Good morning. ഇനിയെല്ലാം മന്ത്രി സംസാരിച്ചാൽ മതി. പ്രഭോ, അങ്ങയോടാണ് സംസാരിക്കേണ്ടത്. ഞാൻ എന്ത് പറയാനാ ഇയാളോട്? What's the matter? Between what is the matter? നീ ചിരിക്കുവാന്നോ? ചിരിക്കടാ, ചിരിക്ക്. ഇവൻ പോയി കഴിഞ്ഞാൽ നിന്റെ തല ഞാൻ കൊയ്യും. നീയല്ലേ ഇവനെ ഇവിടെ കയറ്റിവിട്ടത്? Please give me the money. കപ്പം ഈ പ്രാവശ്യമെങ്കിലും കപ്പം തരൂ. അയ്യോ, ഈ വെള്ളപ്പാറ്റയോട് ഞാൻ എന്തോ പറയാനാ? തരൂ, എനിക്ക് പോകണം. എന്നെ കപ്പം തരൂ. എന്തോ രാജ്ഞി എന്നെ വിളിച്ചെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി വരാം. ഇല്ല പ്രഭു, ഇത് പറഞ്ഞിട്ട് പോകൂ. എന്നെ കൊല്ലണം അല്ലേ? മന്ത്രിതന്ത്ര മന്ന. തന്ത്രങ്ങൾ ഒരുപാടുള്ള ആളല്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇതിനെ ഒന്ന് ഒഴിവാക്കൂ. മിടുക്കൻ. ഇത്രയും ഇംഗ്ലീഷ് പഠിച്ചു വെച്ചിട്ടാണോ എന്നെ ഇട്ട് ബുദ്ധിമുട്ടിച്ചത്? നിനക്ക് നാം 100 സ്വർണ്ണ നാണയം 25 സ്വർണ്ണ നാണയം തരും. രാജൻ, ഇന്നലെ റാണിയുടെ അന്തഃപുരത്തിൽ ഒരുപാട് ചിരിയും തമാശയൊക്കെ ഞാൻ കേട്ടല്ലോ. അങ്ങ് റാണിയോട് ഒരുപാട് തമാശ പറഞ്ഞല്ലേ? പറ്റിച്ചേ. ഇന്നലെ നാം രാജ്ഞിയുടെ അന്തഃപുരത്തിലേക്ക് പോയതേ ഇല്ലല്ലോ. എന്തോ മനസ്സിന് നല്ല സുഖമില്ല. പുതുതായി വന്ന കൊട്ടാരം വിദൂഷകരെ വിളിക്കൂ. നമുക്ക് കുറച്ച് തമാശ കേൾക്കാം. മന്ത്രി മന്ന. ഇവന്മാർ എന്നെ കൊല്ലാൻ വന്നതാണോ തമാശ പറയാൻ വന്നതാണോ? തമാശ പറയാൻ പ്രഭു. ഈ രൂപത്തിലോ? മഹാരാജൻ തുടങ്ങട്ടെ. വേഗമാട്ടെ. നമുക്ക് ചിരിക്കാൻ മുട്ടി നിൽക്കുന്നു. ഒരിക്കൽ ഒരിടത്ത് ഒരാൾ ഒരു പുലിക്കുട്ടിയെ വളർത്തി. വളർന്നു വലുതായപ്പോഴാണ് അറിഞ്ഞത് അതൊരു പുലിക്കുട്ടിയല്ല, ഒരു പൂച്ചക്കുട്ടിയായിരുന്നെന്ന്.
അയ്യോ കൊള്ളാം, നന്നായിരുന്നു. ഇന്നത്തോടെ നിങ്ങൾ രണ്ടുപേരുടെയും കഥ കഴിഞ്ഞു. അല്ല, നിങ്ങളുടെ കഥ ഇവിടെ തീർന്നു എന്ന് മിടുക്കന്മാർ. ബലേ ഭേഷ്. നാം അതീവ സന്തുഷ്ടനായിരിക്കുന്നു. നമ്മെ ഇത്രയധികം രസിപ്പിച്ച താങ്കൾക്ക് എന്താ കൊടുക്കുക, എന്താ സമ്മാനം? മന്ത്രി ഇങ്ങ് വരൂ. എനിക്കറിയാം. ഇങ്ങ് വരൂ. എനിക്കറിയാം. ഇവിടെ വരാൻ വേണ്ട രാജൻ. നാം കൽപ്പിക്കുന്നു. മന്ത്രി പുങ്കവൻ വരിക. മഞ്ഞ പ്രഭു, കഴിഞ്ഞ ആഴ്ച വജ്രമാണ് ഊരി കൊടുത്തത്. ഇത് വൈഡൂര്യമാണ് കൊടുക്കേണ്ടത്. വിരൽ നൂത്ത് പിടിക്കൂ മന്ത്രി. ഇതാ ഒരു വൈഡൂര്യം പതിപ്പിച്ച മോതിരം കൈകളിൽ അണിയും. നല്ല ചേർച്ചയുണ്ട്. പൊയ്ക്കോളൂ മന്ത്രി. നന്നായിരിക്കുന്നു. അയാളുടെ കൈക്ക് നല്ല ചേർച്ചയുണ്ടല്ലേ? ഉണ്ട് പ്രഭു, നല്ല ചേർച്ച. മന്ത്രി പുങ്കവ, ആ മന്നയ്ക്ക് ശക്തി പോരല്ലോ. മോതിരം ഊര്യന്റെ ദേഷ്യം അങ്ങനെ തീർത്തു അല്ലേ? മന്ത്രി പുങ്കവ, നമ്മുടെ കൈ കഴിക്കും. ഇനി അല്പം അഭ്യാസങ്ങളായാലോ? ആരുണ്ട് വാൾപ്പയറ്റിന് തയ്യാർ? ഞാനുണ്ട് പ്രഭു. പടത്തലവനെ ഞാൻ വിളിച്ചില്ലല്ലോ. മന്ത്രി മതി. ശരി പ്രഭു. മന്ത്രി, ഇതൊരു വിനോദത്തിനാണ്, വിരോധത്തിനല്ല. മന്ത്രി, മന്ന ആ പോകുന്നത് രാജ്ഞിയാണോ ദാസിയാണോ? എവിടെ? ഇന്നത്തെ അംഗം സമാപിച്ചു. അതെന്താ പ്രഭു അംഗം നിർത്തിയത്? ദേഹം നൊന്ത മന്ത്രിക്ക് പിന്നെ ഭ്രാന്ത്. അവൻ രാജാവാണോ രാജ്ഞിയാണോ എന്ന് നോക്കില്ല. എങ്ങനെയെങ്കിലും എന്നെ അങ്ങ് അപ്പുറം കടത്താ. പ്രഭു, കുഞ്ഞിനെ കൊണ്ട് സ്ത്രീ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. കയറി വരാൻ പറയൂ. അമ്മയുടെ മുഖം കണ്ടു. കൊള്ളാം. ഇനി കുഞ്ഞിന്റെ മുഖം കാണട്ടെ. അയ്യോ മഹാരാജൻ, കുഞ്ഞിന്റെ മുഖം കാണിക്കാൻ വന്നതല്ല, ഒരു പരാതി ബോധിപ്പിക്കാൻ വന്നതാണ്. എന്താണ് പറയൂ. ഈ കുഞ്ഞിന്റെ അച്ഛൻ ഇവിടുത്തെ രാജകുമാരനാണ്. അസംബന്ധം പറയുന്നു. ഇതൊരിക്കലും സംഭവിക്കില്ല. രാജകുമാരൻ കൊട്ടാരത്തിൽ നിന്ന് പോയിട്ട് ഇന്നേക്ക് 3 മാസമാകുന്നു. ഇനി നാം ഒന്നും നോക്കാം. ശരിയാ രാജൻ, രാജകുമാരന്റെ കാര്യം പറഞ്ഞപ്പോഴേ കുഞ്ഞ് തുമ്മുന്നു. രാജഗുരുവിന്റെ താഴ്രോമാദികൾ കുഞ്ഞിന്റെ മൂക്കിനുള്ളിൽ കയറി കാണും. അങ്ങ് ദൂരെ മാറി നിൽക്കൂ. സത്യം പറയും, എന്താണ് സംഭവിച്ചത്? പ്രഭു, അങ്ങയുടെ മകൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് പ്രലോഭിപ്പിച്ച് വശീകരിച്ചു. ഇപ്പൊ ഇതാ ഒരു കുഞ്ഞുമായി. എന്നെ കൈവിടരുത്, എന്നെ ഏറ്റെടുക്കണം. രാജൻ, എനിക്ക് തോന്നുന്നു ഇവൾ നമ്മളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണെന്ന്. ഇവൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം രാജൻ, തക്കതായ ശിക്ഷ കൊടുക്കണം. ആരെവിടെ? പ്രഭു, ഇവളുടെയും കുഞ്ഞിന്റെയും തല ഛേദിച്ചു കളയൂ. ഉത്തരവ് പ്രഭു. നിക്കടി അവിടെ. പിടിക്കവിടെ. നിക്കടി അവിടെ. കിഴക്ക് മഴ പെയ്തെന്നാ തോന്നുന്നത്. കണ്ടില്ലേ, പുഴ കലങ്ങിയാ ഒഴുകുന്നത്. അത് കിഴക്ക് മഴ പെയ്തൊന്നുമല്ല, കൊട്ടാരം നർത്തകി രമണി നൃത്തം കഴിഞ്ഞ് വന്ന് കുളിക്കുന്നതാ. ഇത് സൈന്യാധിപന്റെ കുപ്പായവാ. കഴുകട്ടെ. കഴുകാൻ വരട്ടെ. അങ്ങ് ഒരു ഘോര വനത്തിൽ നായാട്ടിന് പോയിരിക്കുക. കടുവയും പുലിയും ആനയും ഒക്കെ ഉള്ള കാടാ. വന്നിട്ട് കഴുകാം. ഈ കണക്കിന് പോയ രാജാവിന്റെ കുപ്പായം കൊണ്ട് മീൻ പിടിക്കാൻ പറ്റുമെന്നാ തോന്നുന്നത്. കഴിഞ്ഞ മാസം യുദ്ധം വന്നത് നന്നായി. പകുതി വടമാറെ ഡ്രസ്സ് കഴിയാൻ മതിയല്ല. രക്ഷിക്കണം. എന്നെ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി രാജകിങ്കരന്മാർ പുറകെ വരുന്നുണ്ട്. ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം. എന്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കണേ. രക്ഷപ്പെട്ടു. കുഞ്ഞ് കരച്ചില നിർത്തിയല്ലോ. അവർ വരുന്നുണ്ട്. മിണ്ടാതെ തുണി പിടിക്കുന്ന രീതിയിൽ നിൽക്ക്. അതെ, ഒരു കുഞ്ഞും തള്ളയും കൂടെ ഇതിലോടി പോകുന്നത് കണ്ടോ? അതെ, ആ വഴിയാ പോയത്. രക്ഷപ്പെട്ടു. അവർ പോയെന്നാ തോന്നുന്നത്. നല്ല ഓമനത്തുള്ള കുഞ്ഞ്. നമുക്ക് ഈ കുഞ്ഞിനെ എടുത്ത് മാറ്റി കിടത്തിയിട്ട് തുണി വിരിക്കാം. തുണിയിൽ എടുത്തപ്പോ തന്നെ കൊച്ചു കരച്ചിൽ തുടങ്ങിയല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ആ തുണി ഒന്ന് പിടിച്ചേ. നമുക്ക് കുഞ്ഞിനെ പഴയതുപോലെ ഒന്ന് കിടത്തി നോക്കാം. ആഹാ, കുഞ്ഞിന്റെ കരച്ചിൽ മാറിയല്ലോ. പക്ഷെ എത്ര നേരം വെച്ചാൽ നമ്മൾ ഈ തുണി പിടിച്ചോണ്ട് നിൽക്കുന്നത്? ഒരു വഴിയുണ്ട്. നീ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ. ഞാൻ പോയി ഈ തുണി ആ മരത്തിലൊന്ന് കെട്ടി നോക്കാം.